നമസ്കാരം. നമ്മുടെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആരും തീരുമാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്, അല്ലേ? അതെ, തീർച്ചയായും. അത് കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്കാവ് ഒരു കോണിലേക്ക് മാറി. പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നിയമമായി. നിയമത്താണെങ്കിൽ ഓരോ ദിവസവും തമാശകളാണ്, വെല്ലുവിളികളാണ്, ഓരോ സംഭവങ്ങളാണ്, ഡീലുകളാണ്, ആരോപണങ്ങളാണ്. ഉത്തരമില്ലാതെ ഇടത് സ്ഥാനാർത്ഥി നിന്ന് കുഴങ്ങുകയാണ്. ഇടതിൻ്റെയും BJPയുടെയും ഈ വെല്ലുവിളി കണ്ടിട്ട് ശബരിനാഥൻ എന്ന കൊച്ചുപയ്യൻ പകച്ചു നിൽക്കുകയാണ്. ശബരിയുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ട്, ആ പാളയത്തുള്ള നഗരസഭ കൗൺസിൽ ഹാള് മതിയായിരുന്നു, അല്ലേ? വട്ടിയൂർക്കാവ് വാർഡ് മതിയായിരുന്നു. ശബരി ചിത്രത്തിൽ പോലും ഇല്ല. ആകെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ആരോപണം ഉയർത്തിയത് ഒഴിച്ചാൽ ശബരി ചിത്രത്തിലില്ലാതെ വരുന്ന രീതിയിലാണ്. നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ മുൻ മന്ത്രിയായ ശിവൻകുട്ടിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് മത്സരം. അതിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഒരു വ്യക്തമായിട്ടൊരു മറ്റു ഡീലുകളിലേക്ക് വരാം, മറ്റു വെല്ലുവിളികളിലേക്ക് വരാം. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഒരു മാധ്യമങ്ങളെ കണ്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസർമാർ, നിയമ മണ്ഡലത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്ന ഓഫീസർമാർ അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അവിടുത്തെ LDF സ്ഥാനാർത്ഥി ശിവൻകുട്ടി മന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും മന്ത്രിയായി തുടരുന്ന, ലെറ്റർ പാഡ് കൊടുത്ത കക്ഷിയാണ്. ആ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ലേബർ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയണം. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനൊരു സംഭവം വരുമ്പോൾ BJP ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷനിൽ എങ്ങനെയാണ് BJPയുടെ സീല് വന്നത്? ആ സീല് ഫാബ്രിക്കേറ്റഡ് ആക്കി ഉണ്ടാക്കിയതാണോ? അങ്ങനെ ഒരു സീല് വെച്ച് വിടാനുണ്ടായ സാഹചര്യം എന്താണ്? ആരെങ്കിലും, ചില ആൾക്കാരെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാം, ചില കേസുകളിലൊക്കെ നമ്മൾ പലപ്പോഴും പല ജഡ്ജിമാരെയൊക്കെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ കാണാറുണ്ട്. ആ ബെഞ്ചിലേക്ക് കൊണ്ടുപോയി കേസ് നടത്തുന്നതൊക്കെ കാണാറുണ്ട്. അതുപോലെ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ CBIയിലൊക്കെ അങ്ങനെ ചില ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, CPM-ഉമായൊക്കെ അടുത്ത ബന്ധമുള്ളവർ. അപ്പോൾ അങ്ങനെ ED-യിലുണ്ടായിരുന്നു. അതിന് അടുത്ത കാലത്ത് നടപടിയും നേരിട്ടു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആണോ? ഇതൊരു വിവാദം മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പറയാനുള്ളൊരു ശ്രമമാണോ? എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJP അതിന് സാധ്യമായ എല്ലാ വഴികളും തേടണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ നിയമത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ആദ്യം മുതൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറഞ്ഞു. പിന്നാലെ മത്സരിക്കാൻ രണ്ട് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്ക് പേടിയായിരുന്നു. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ശിവൻകുട്ടിയോടെ മത്സരിക്കുന്നില്ല, അനാരോഗ്യമാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ ആരും മത്സരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ്, UDF ആണെങ്കിൽ അവസാന സെക്കൻഡ് വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ, ആരെ പ്രഖ്യാപിക്കുമെന്നറിയാതെ കുഴങ്ങി നിന്ന് അവസാന ശബരിനാഥനെ അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴും നിയമത്ത് രാജീവ് ചന്ദ്രശേഖരനെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ സത്യവാങ്മൂലം നൽകിയതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ 200 കോടിയുടെ ആസ്തി കാണിച്ചില്ല എന്നൊക്കെയുള്ള ആരോപണമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കിയ ആസ്തിയല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ. അദ്ദേഹം അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ നമ്മളെല്ലാം അറിയപ്പെടുന്ന ആളാണ്, അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ അയാൾക്ക് സാമ്പത്തികമായ അടിത്തറ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്നവർ കാലാകാലങ്ങളിലായി ആസ്തി വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയം കൊണ്ടാണ് പലരും. ഇത് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടല്ല എന്ന് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് 2024 അദ്ദേഹം മത്സരിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത് ആരോപണമായി ഉന്നയിച്ചുകൊണ്ട് വന്നിരുന്നു. അതേ ആരോപണം തന്നെ വീണ്ടും ഉന്നയിക്കുന്നു. ഇരുകൂട്ടരും ചേർന്ന് വീണ്ടും കോടതിയിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറെ ശരിക്കും ഭയന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ ഉണ്ടാവുന്നത്, അദ്ദേഹം പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു എന്നുള്ളതാണ്. പരസ്യ സംവാദത്തിന് ശിവൻകുട്ടി തയ്യാറാകുന്നു. ശിവൻകുട്ടി പക്ഷേ പറഞ്ഞ ഡേറ്റ് 29-ാം തീയതിയാണ്. അപ്പോൾ ഒരു പരസ്യ സംവാദം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നിയമത്തെ വികസന പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ സമയം കൂടി, കൺവീനിയൻ്റ് ഒരു സമയം കൂടി തേടേണ്ടതാണ്. അതുകൊണ്ടാണ് 29-ന് എടുത്തത്. അതാ 29-ന് എടുക്കുമ്പോൾ 29-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്ന ദിവസമാണ്. തീർച്ചയായും BJPയുടെ ഒരു രീതി അനുസരിച്ച് പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായും അവിടെ സംസ്ഥാന അധ്യക്ഷൻ കാണണ്ടേ, സ്വീകരിക്കാൻ ചെല്ലേണ്ട സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ പാർട്ടി പരിപാടി കൂടിയാണ്.
അപ്പോൾ ആ ദിവസം കണക്ക് കൂട്ടി വെല്ലുവിളിച്ച് ആ ദിവസം വരാം എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിലൂടെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ പിന്മാറി എന്നുള്ളതാണ്. അത് വലിയ നെഗറ്റീവാണ്. മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വെച്ച് ആഘോഷിക്കുക. അതെ അതെ, രാജീവ് ചന്ദ്രശേഖർ അതായത് പ്രധാനമന്ത്രി വരുന്ന ദിവസം 29-ാം തീയതി അന്ന് നേമത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി അന്നത്തെ അവിടുത്തെ LDF സ്ഥാനാർത്ഥി നമ്മുടെ വി ശിവൻകുട്ടി ഒരു സംവാദത്തിന് തുടക്കമിടുന്നു. രാവിലെ സമയം പറയുന്നു, അവിടെ പിടിച്ചിരുത്തുന്നു. ഏതാണ്ട് പ്രധാനമന്ത്രി പോകുന്നത് വരെ ആ സംവാദ ചാനലുകളുടെ എല്ലാം ലൈവ് സംപ്രേഷണത്തിനിടയ്ക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് അറിയാതെ പോകുന്നു. അതിലുപരിയായി രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷനെ അവിടെ പിടിച്ചിരുത്തുക. ഇതായിരുന്നു തന്ത്രം. അതെ അതെ, ആ തന്ത്രം നടന്നില്ല. ആ തന്ത്രം ചീറ്റിപ്പോയി. കാരണം ഇവര് വിചാരിച്ചു രാജീവ് ചന്ദ്രശേഖർ ആ വെല്ലുവിളി അങ്ങ് ചാടി ഇറങ്ങി അങ്ങ് ഏറ്റെടുക്കും. പക്ഷെ എല്ലാം ആലോചിച്ച് മനസ്സിലാക്കി. രാജീവ് ചന്ദ്രശേഖർ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്മാനും നല്ലൊരു മന്ത്രിയും നല്ലൊരു പല ബിസിനസ്സുകളും ചെയ്തിട്ടുള്ള ഒരാളുമാണ്. അത്രയൊക്കെ ബുദ്ധി രാജീവ് ചന്ദ്രശേഖറിന് ഇല്ല എന്ന് വിചാരിക്കുന്ന കേരളത്തിലെ ശിവൻകുട്ടിയുടെ ബുദ്ധി എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് തന്നെയാണ് സംസാരിക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന് പറ്റിയ ഒരു എതിരാളിയേ അല്ല ശിവൻകുട്ടി. അപ്പോൾ ശിവൻകുട്ടിയോട് ശിവൻകുട്ടി സംസാരിക്കുന്നതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ശിവൻകുട്ടിയോട് എന്തെങ്കിലും സംസാരിച്ച ശിവൻകുട്ടി എന്താണ് പറയുന്നതെന്നറിയാം. കുറച്ചു കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിചയമുണ്ടെന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം വ്യക്തതയോട് പറയാൻ, ഈ മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ വന്ന് പെട്ടുപോയ ഒരാളാണ് ശിവൻകുട്ടി. അല്ലാതെ ബുദ്ധിയോ നന്നായി വായിക്കാനോ എഴുതാനോ പോലും അറിയാത്ത ഒരാളാണെന്ന് നമുക്കറിയാം. വേറൊരു കാര്യം കൂടി, ഈ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായത് കൊണ്ടാണ് ഈ നിയമ സ്ഥാനാർത്ഥി എന്നതിലുള്ള വാർത്തകൾ ഏതാണ്ട് ബാലൻസ്ഡ് ആയിട്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ, BJPയുടെ അധ്യക്ഷനല്ലായിരുന്നെങ്കിൽ, വെറും ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ നേമത്ത് അതും നമ്മുടെ ശബരിനാഥനെ പോലെ വാർത്തകൾ തമസ്കരിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ പറയുന്ന ഈ വെല്ലുവിളിയിലും വരുന്ന മാധ്യമ നരേറ്റീവ് അതൊരു മാധ്യമ റിപ്പോർട്ടിംഗ് അല്ല. ഏകപക്ഷീയമായിട്ട് ഒരു റിപ്പോർട്ടറാണോ അവിടെ ആങ്കറിനോട് സംവദിക്കേണ്ടത്? രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളി സ്വീകരിച്ചില്ല, രക്ഷപ്പെട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. അവിടെ ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ റിപ്പോർട്ടർ ഏത് ചാനലായാലും അദ്ദേഹത്തെ റിപ്പോർട്ടർ വിളിക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് പറയുന്നത് പോലെയാണ്, CPM-ന്റെ വക്താവിനെ പോലെയാണ് ഈ വിഷയത്തിൽ പല റിപ്പോർട്ടർമാരും ഇറങ്ങുമ്പോൾ അസൈൻമെന്റ് കൊടുക്കുന്ന ചീഫ് പറയുന്നു, ആ റിപ്പോർട്ടർ ഇയാളുടെ അസൈൻമെന്റ് ഇതാണ്, പോയി പ്രൊമോട്ട് ചെയ്ത് വരിക. അത് ആ വാർത്ത കാണുമ്പോൾ തോന്നുന്നു മിക്ക വാർത്തകളും അവിടെ ആ ലൈവ് റിപ്പോർട്ടിംഗ് കാണുമ്പോൾ ആവേശം തുള്ളുന്നു. മുതിർന്ന മാധ്യമത്തിൽ നിന്നും തുള്ളുകയാണ്. മറ്റേ തുള്ളൽ പനി ബാധിച്ചതുവരെ പറയുന്നു. അങ്ങനെയല്ല, രാജീവ് ചന്ദ്രശേഖർ പിൻവാങ്ങി വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വിചാരം ഈ ജനം ഇതൊക്കെ കണ്ടെത്തുന്നത് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഒരു നിലവാര തകർച്ചയുണ്ട്. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും പ്രസക്തി. വളരെ കൃത്യമായി പഠിക്കുകയും വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്നു. വൺ സൈഡഡ് ആയിരിക്കും, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലും ചിലപ്പോൾ വൺ സൈഡഡ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വൺ സൈഡഡ് ആകുമ്പോഴും ഞങ്ങൾ ആ വൺ സൈഡഡ് ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ല, അതിനാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആയിരിക്കാം, അങ്ങനെ ആകാം, ചിലപ്പോൾ അങ്ങനെ ആകാം. രാജീവ് ചന്ദ്രശേഖറിന് ഈ പ്രധാനമന്ത്രി വരുന്നു ഈ റിപ്പോർട്ടർക്ക് അറിയാം, 29 വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അന്ന് ഇവിടെ തിരക്കിലായിരിക്കും, പാർട്ടി അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ തിരക്കിലായിരിക്കും. അപ്പോൾ അദ്ദേഹമാണ് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ കേരളത്തിൽ നിന്നുള്ള ഇടയ്ക്കുള്ള ആ പാലം, അപ്പോൾ അദ്ദേഹം തിരക്കിലായിരിക്കുമെന്ന് അങ്ങനെ അതുകൊണ്ടാകാം ആ ദിവസം വെല്ലുവിളി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല രാജീവ് സംസാരിക്കാനുള്ള അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് തന്റെ ചാനൽ വഴി, തന്റെ ആങ്കർ വഴി തങ്ങളുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് സംവദിക്കാൻ കഴിയാത്ത ഒരു റിപ്പോർട്ടർ എന്തിനാണ് ഈ നിയമത്തിൽ ചാനലുകളെ ബഹിഷ്കരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ചാനലുകൾ എന്തിനാണ് കാണുന്നത്? യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള മാധ്യമപ്രവർത്തനത്തിന്റെ ബേസിക് തന്നെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുക എന്നുള്ളതാണ്. അല്ലാതെ കളത്തിലിറങ്ങി കളിക്കരുതെന്നാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ജേർണലിസം പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ എപ്പോഴും ഗാലറിയിൽ ഇറങ്ങി കളി കാണുക. ഞങ്ങളൊക്കെ പണ്ട് ചെയ്യുന്ന ഞങ്ങളൊക്കെ പഠിച്ചനുസരിച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നു, മുഖ്യമന്ത്രിയോ മന്ത്രിമാരൊക്കെ വേദിയിലേക്ക് വരുന്നു, സദസ്സിലിരിക്കുന്ന എല്ലാവരും ബഹുമാന പുരസ്സരം എഴുന്നേൽക്കുന്നു. മാധ്യമപ്രവർത്തകർ എഴുതേണ്ട കാര്യമില്ല, കാരണം അവരവിടെ ഒന്നുമല്ല, ഒരു തേർഡ് പാർട്ടിയാണ്. ഈ സദസ്സും വേദിയും തമ്മിൽ, മുഖ്യാതിഥിയും തമ്മിൽ എന്തൊക്കെ സംഭവിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇവർ ഇരിക്കുന്നത്. നമ്മുടെ ദേശീയഗാനം പാടുമ്പോൾ എഴുതിക്കണം, അത് നമ്മുടെ രാജ്യത്തിന്റെ മര്യാദ അല്ലേ? ഗവർണറൊക്കെ വരുമ്പോൾ നമ്മുടെ മര്യാദ കൊണ്ട് വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രധാനമന്ത്രി ആ വേദിയിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാം, കാരണം നമ്മുടെ ദേശീയ നേതാവാണ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവനാണ്. രാഷ്ട്രപതി വരുമ്പോൾ അപ്പൊ അതൊക്കെ നമ്മുടെ തീരുമാനം, പ്രോഗേറ്റീവ് ആണ്. പക്ഷെ ഇങ്ങനൊരു വേദിയിൽ രണ്ടുപേരും ഇരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ ഇടപെടുകയും വിഷയം നടന്നാൽ പോലും റിപ്പോർട്ട് ചെയ്യണം. രണ്ടു ഭാഗവും പറയാമായിരുന്നു. ഇപ്പൊ പറയാം,
ഈ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ഒരുപക്ഷെ ഇതാവാം എന്ന് പറയാമല്ലോ. കാരണം അത് തന്നെയാണ് എന്ന് ഉറപ്പുള്ള കാര്യമല്ലേ, അതാ സത്യം. പ്രേക്ഷകർ കേൾക്കേണ്ടത്. അതെ അതെ അപ്പോൾ എന്ത് ചെയ്യും, അവരാ ചാനൽ അങ്ങ് പൂട്ടി വയ്ക്കും, അതെ, പിന്നെ കാണത്തില്ല. എന്നിട്ട് അവര് ഓൺലൈന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ചാനലുകളും ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ ചാനലുകളുടെയും ഓൺലൈനിലെ കാശ് കൊണ്ടാണ് പല ചാനലുകളും ഫംഗ്ഷൻ ചെയ്യുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓൺലൈനുകളിൽ ഇവരുടെ നറേറ്റീവ് വ്യത്യാസവുമായിരിക്കും, രണ്ട് വാർത്തയുമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിയമം ആദ്യം മുതൽ തന്നെ ഒരു വിവാദ കേന്ദ്രമാക്കി നിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിയമത്ത് അപകടം മണത്തിരിക്കുന്നു അല്ലെങ്കിൽ പരാജയം മണത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിയമം എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പൊ കേരളത്തിലെ മൊത്തം ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. 2 CPM സ്ഥാനാർത്ഥികളും അതാണ് ബിജെപി സാർ 2 CPM സ്ഥാനാർത്ഥികൾ. നേരത്തെ പറഞ്ഞ അനാരോഗ്യം കാരണം ശിവൻകുട്ടിയാണ് എന്തെങ്കിലും അദ്ദേഹം പിൻവാങ്ങുകയാണെങ്കിൽ, ഈ ലെറ്റർ പാഡ് വിതരണം ചെയ്തതിന് അയോഗ്യനാക്കപ്പെടുകയാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥിയുണ്ട് ഉണ്ടല്ലോ. ഇനി നിങ്ങൾ അപ്പൊ ഇദ്ദേഹം തന്നെ പറയും എനിക്ക് വോട്ട് ചെയ്യണ്ട, രാജീവിന് വോട്ട് ചെയ്യും, അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അതെ, അല്ലെങ്കിൽ ലോകത്ത് ചരിത്രത്തിൽ എവിടെയില്ലാത്തതാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ വിമതനായും അവരനായും ഒക്കെ മത്സരിപ്പിക്കുന്നത്. ഏത് മണ്ഡലത്തിലുണ്ട്? അതെ, ഒരു മണ്ഡലത്തിൽ സുധാകരൻ സ്വന്തമായി മത്സരിക്കുന്നു എന്ത് ചെയ്തു? അതെ ചെറ്റയെന്ന് വിളിച്ച് പുറത്താക്കി. അല്ലേ, ചെറ്റ എന്നാണ് ജി സുധാകരനെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെറ്റക്കുടിലാണ് ജനിച്ചത്, അപ്പൊ ആ പേര് എനിക്ക് ചേർന്നാണ്. പക്ഷേ ചെറ്റത്തരം എന്നതിന് വേറൊരു അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലേ, തീർച്ചയായും. അപ്പൊ അദ്ദേഹത്തോടൊരു മറ്റേ കെ സുധാകരനെ പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു നീക്കം നടത്തുന്നു, അത് ജി സുധാകരനെ തള്ളിക്കളയുന്നു. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില പരാജയങ്ങൾ മണത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. സത്യത്തിൽ ശിവൻകുട്ടിക്ക് ഇപ്പോൾ ഉണ്ടായ ഹാലിളക്കമൊക്കെ അതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എനിക്കൊന്ന് ഫൈറ്റ് BJPയും LDFും ചേർന്നിട്ടാണ് ഇപ്പൊ ഇലക്ഷനില് ഒന്നും പറയാൻ പറ്റില്ല. അതെ അതെ, അവരുടെ എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു എഡ്ജ് അത് വിജയമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. പിന്നെ കോൺഗ്രസിന് ഗുണകരമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ എൻ്റെ ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വോട്ട് ബാങ്കുകളായിരുന്നു മുസ്ലിം ലീഗും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും. അപ്പോൾ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ അംഗീകരിക്കുന്ന മുഴുവൻ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിലൊരു കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന 2 കൂട്ടരുടെ ഒരുമിച്ചുള്ള വോട്ട് ബാങ്കുകൾ ഒരു പക്ഷേ കോൺഗ്രസിന് ഗുണം ചെയ്യാമെന്ന ധാരണ, പിന്നെ ശബരിമല ഇഷ്യൂ പോലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങൾ നേരത്തെ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത്തവണ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ സ്വർണ്ണക്കൊള്ളക്കാരിയൊക്കെ കടയുന്ന ഒരു ബദൽ എന്ന രീതിയിൽ ഇപ്പോഴും BJPക്ക് കുറച്ച് സീറ്റുകൾ നേടാമെന്നല്ലാതെ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല. അതൊരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് സാധ്യമാകും, അതിനുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ ഒരു ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ ജനങ്ങൾ കോൺഗ്രസിനെ കാണും. അതുകൊണ്ട് വിവാദമൊന്നും വേണ്ട, മിണ്ടാതിരുന്നാൽ ഞങ്ങൾ ജയിക്കും എന്നുള്ള ധാരണയുമാകാം കോൺഗ്രസിന്. പക്ഷെ മാത്രവുമല്ല ഇവർക്ക് മിണ്ടാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതായത് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെയും വേണുഗോപാലിൻ്റെയും എതിരെ ഹരിയാന പോലീസ് കേസെടുത്തിരിക്കുന്നു. 2 പേരും പണം വാങ്ങി സീറ്റ് ഓഫർ ചെയ്ത് 7 കോടി രൂപയാണ് അവിടുത്തെ മഹിളാ കോൺഗ്രസ് നേതാവിനോട്. ആലോചിച്ച് നോക്കൂ, വേറെ പുറത്തുനിന്ന് വന്ന ഒരാളല്ല, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് 7 കോടി രൂപ സീറ്റിന് വേണ്ടി വാങ്ങിയിരിക്കുന്നു. അത് കേസായിരിക്കും. അക്ബർ റോഡിലെ പാർട്ടി ഓഫീസ് ഒഴിയാനായിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ ചെന്ന് ഈ വ്യക്തി, പണം കൊടുത്ത വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇതേ കൊടുക്കുന്ന സുരേഷിന്റെ ഒരു വേറൊരു തമാശയുണ്ട്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി MPയുടെ ശ്രമഫലമായിട്ടാണ് ടെലികോം മന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചത്, ലോക്സഭയിൽ പറഞ്ഞത് 22 ദിവസത്തെ മൊബൈൽ റീചാർജിങ് അത് പുനഃപരിശോധിക്കും. ഇത് കഴിഞ്ഞ ഉടനെ കൊടുക്കുന്നിലൂടെ പോസ്റ്റ് ഇട്ടു, ഞാനൊരു കത്തയച്ചു, എന്റെ ശ്രമം ഫലം എന്ത് മണ്ടത്തരമാണ്, ആരെ പറ്റിക്കാനാണ്. കൊടുക്കുന്ന സുരേഷ് മറ്റു തിരിച്ചടിയാവുന്ന ഒരു വിധി കൂടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാൻ പോകുന്ന ഒരു വിധിയാണ്. കാരണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ മതം മാറിയാൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല എന്ന്. കൊടിക്കുന്നിൽ സുരേഷ്, ബിജു ഒക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സണ്ണി എം കാർഡിൻ്റെ കാര്യം പറയുന്ന പോലെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ റിസർവേഷൻ ഉള്ളൂ. ക്രിസ്തു വിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ജാതി വ്യവസ്ഥയില്ല, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് ഇവർക്കെല്ലാം അതെ തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥ കൂടി കൊടിക്കുന്നിൽ സുരേഷിനും ബിജുവിനും ഒക്കെ ഉണ്ട്.
ഏതായാലും ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വമായ ഒരു കളി കളിക്കുന്നു. അത് ഇടതുപക്ഷവുമായി ചേർന്നിട്ടും ഉണ്ടാവാം ചില മണ്ഡലങ്ങളിലെങ്കിലും. ഇപ്പം നേമത്ത് ഇവർ വലിയ രീതിയിൽ, നേമത്ത് മാത്രമല്ല, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലുണ്ടായ വിജയം അത് ഇവരെയൊക്കെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ഏതവസ്ഥയിലാകും, അതായത് പണ്ടൊക്കെ കേരളത്തിൽ BJP-ക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ CPM ഭരിക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് ആണ്. കുറച്ചുകൂടി ഒരു വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയും. അവർ പ്രീണനമൊക്കെ നടത്തുമെങ്കിലും അടിയും പിടിയും വഴക്കും പോലീസ് സ്റ്റേഷൻ. വേറൊരു ബിസിനസ് ആസ്പെക്ട് കൂടി ഉണ്ട്. പണ്ടൊക്കെ പറയുമായിരുന്നു കോൺഗ്രസ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ലാൻഡ് കച്ചവടം, ഭൂമി കച്ചവടം നടക്കും, മറ്റേ ഇടനില നടക്കും, വ്യവസായങ്ങൾ മുന്നോട്ട് പോകും, കാശ് ഇറങ്ങും. അപ്പം അങ്ങനെ കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ അണികളിലേക്ക് പണം, അണികളുടെ കയ്യിലേക്ക് വരും, ട്രാൻസ്ഫർ പോസ്റ്റിംഗ് അങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ തിരിച്ച്, കാരണം അത് കോൺഗ്രസ്സുകാർ വന്നാൽ, പക്ഷെ ഇടതുകാർ ഭരിക്കുമ്പോൾ ഈ പണം മൊത്തം AK സെന്ററിന്റെ കുടുക്കയിലേക്ക് പോവുകയാണ്. കുടുക്കയ്ക്ക് ഒരു വാതിലേ ഉള്ളൂ. അല്ല, AK സെന്റർ ഞാൻ പറഞ്ഞത് നേതാക്കളുടെ കുടുക്കയിലേക്ക്. ഇപ്പൊ പിന്നെ പിണറായി വിജയനൊക്കെ സ്വന്തമായി ആസ്തി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രമല്ല എല്ലാത്തിന്റെ ഇടനിലയും കച്ചവടവും. മറ്റൊരു അണികളിലേക്ക്, പ്രവർത്തകരിലേക്ക്, അനുഭാവികൾ വരെ പോകുന്നു. ഇത് സ്വന്തമായിട്ട് അനുഭാവികൾ വരെ ഇടനിലക്കാരിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. പണം ഇറങ്ങുന്നു, ഓട്ടോറിക്ഷക്കാരെ പറയും ഞങ്ങൾക്ക് ഓട്ടം കിട്ടും, തിരുവനന്തപുരത്തേക്ക് നിറച്ച് കോൺഗ്രസ്സുകാർ വരും, വെള്ളയും വെള്ളയിട്ട്. പക്ഷെ BJP എന്താ പറയുന്നത്? വികസനമാണ്. അതാണ് BJP-യുടെ വികസന അജണ്ടകൾ. പ്രത്യേകിച്ച് മറ്റ് 10 വർഷമായി ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന് സ്ഥിരമായ ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം, സാധാരണഗതി തൂക്ക് പാർലമെന്റ് ഉണ്ടായിരുന്നിടത്തു നിന്നാണ് സ്ഥിരമായ സംവിധാനം ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു അഴിമതി ആരോപണം പോലും BJP-ക്കെതിരെ ഇന്ന് വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഭരണത്തിന്റെ മേന്മ. രാഹുൽ ഗാന്ധി അതിനുവേണ്ടി പാർട്ടി വിടുന്നു വിട്ടൊരു ഒരു ജേർണലിസ്റ്റ് ആണ് ബ്രിട്ടാസ്, MP ജേർണലിസ്റ്റ് എന്ന് പറയാം. ബ്രിട്ടാസ് അവിടെ ഇരുന്നിട്ട് തലകുത്തനെ നിന്നിട്ട് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലായതുകൊണ്ട് തീർച്ചയായും BJP-ക്ക് നല്ല സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഇല്ലാതാക്കാൻ ഏതെങ്കിലും വഴിയോ നെറേറ്റീവുകളോ ക്രിയേറ്റ് ചെയ്യുക എന്ന പഴയ കാലത്തെ അവരുടെ ആ നെറേറ്റീവുകൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്.